ഇസ്ലാം മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ തിരയിളക്കമുണ്ടാക്കിയ ചേകന്നൂർ മൗലവി അപ്രത്യക്ഷമായിട്ട് 31 വർഷം. ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടതാകാമെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിന് ഇനിയും തെളിവുകൾ ലഭിച്ചിട്ടില്ല. ചേകന്നൂർ മൗലവിയുടെ മലപ്പുറം പൊന്നാനിയിലെ കാവിൽപ്പടിയിലുള്ള വീട് 1993 ജൂലൈ 29 രാത്രി 9 മണി. ചേകന്നൂർ മൗലവിയും ഭാര്യ ഹവ്വമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. ഈ സമയം 2 അപരിചിതർ വീട്ടിലെത്തി. കോഴിക്കോട് മേരിക്കുന്നിൽ പ്രഭാഷണമുണ്ടെന്നും 100 കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുവെന്നും വന്നവർ അറിയിച്ചു. ആ അപരിചിതരുടെ പെരുമാറ്റത്തിൽ ഹവ്വമ്മയ്ക്ക് സംശയം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറും ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ സൂചനകളെ അവഗണിച്ചുകൊണ്ട് മൗലവി അവരോടൊപ്പം ഇറങ്ങി. മടങ്ങി വരാമെന്ന വാക്കും കൊടുത്ത്. എന്നാൽ മൗലവി മടങ്ങി വന്നില്ല. മിസ്സിംഗ് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോടുള്ള പുളിക്കൽ എന്ന സ്ഥലത്തുവരെ മൗലവി എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിവരവുമില്ല. ആദ്യം പൊന്നാനി പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ചേകന്നൂർ മൗലവി കാണാമറയത്ത് തന്നെ. ഒടുവിൽ കേസ് CBIക്ക്. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ CBI വഴിത്തിരിവുണ്ടാക്കി. മൗലവി കൊല്ലപ്പെട്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഉസ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കാരന്തൂരിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചന. കൊലപാതകത്തിന് പരസ്പരം അറിയാത്ത 4 സംഘങ്ങൾ. ആദ്യത്തെ സംഘം മൗലവിയെ പ്രഭാഷണത്തിനെന്ന പേരിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. അവർ 2ാമത്തെ സംഘത്തിന് മൗലവിയെ കൈമാറി. 3ാമത്തെ സംഘം മൗലവിയെ കൊന്ന് ചുവന്ന കുന്നിൽ കുഴിച്ചിട്ടു. 4ാമത്തെ സംഘം മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. 9 പേരെ പ്രതികളാക്കി CBIയുടെ കുറ്റപത്രം. പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 10ാം പ്രതിയുമായി. കാന്തപുരവുമായി അടുപ്പമുള്ളവരായിരുന്നു പ്രതികളെല്ലാം. ചേകന്നൂർ മൗലവി ഇസ്ലാം മതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി പ്രതികൾ കരുതി. അതായിരുന്നു കൊലപാതകത്തിന് കാരണമെന്നാണ് CBIയുടെ കണ്ടെത്തൽ. സർവമത സത്യവാദം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെ മൗലവിക്കെതിരെ എതിർപ്പ് ശക്തമായിരുന്നു. എല്ലാ ദൈവിക മതക്കാർക്കും മോക്ഷമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എല്ലാ ദൈവിക മതത്തെയും ഖുർആൻ ശരിവെക്കുന്നു. ജൂത സമുദായത്തിൽ നിന്ന് പോലും മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാം. എല്ലാ സമുദായത്തിലും പ്രവാചകർ വന്നിട്ടുണ്ടെന്നും അവരെ മുഴുവനും അംഗീകരിക്കണമെന്നും ചേകന്നൂർ മൗലവി വാദിച്ചു. കേസിൽ പ്രതികളിൽ ഒരാളായ വലിയ വീട്ടിൽ ഹംസയെ മാത്രമാണ് CBI പ്രത്യേക കോടതി ശിക്ഷിച്ചത്. പക്ഷേ മൗലവി കൊല്ലപ്പെട്ടെന്ന പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ ഹൈക്കോടതി ഹംസയെ വെറുതെ വിടുകയായിരുന്നു. ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം.